എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ SCERT 7th സ്റ്റാൻഡേർഡ് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്, മനുഷ്യശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ഓക്കെ, അപ്പോൾ അതിൽ ദഹനവും ശ്വസനവും എന്നുള്ളതിൽ ദഹനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 വ്യവസ്ഥകളുടെ തുടക്കമാണിത്. ഓക്കെ, നമ്മൾ ഈ 7ാം ക്ലാസ്സിൽ തൊട്ട് കറക്റ്റ് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ബയോളജി അങ്ങോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ നേരെ. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സും ഇതിനെ തൊട്ട് കറക്റ്റ് കാണണം കേട്ടോ. അപ്പോൾ ദഹനത്തിൻ്റെ ആരംഭത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, സ്റ്റാർട്ടിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാമല്ലോ. അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ ശ്വസനം എന്ന് പറയുന്ന 2ാമത്തെ പാർട്ട് ഈ ചാപ്റ്ററിൻ്റെ ചെയ്യും. ശരി, അപ്പോൾ മനുഷ്യശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. ദഹനമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നോക്കിക്കോ. ഇപ്പം നമ്മുടെ ചുറ്റിനും ഒരുപാട് ജീവികളുണ്ടല്ലേ. ഇതിലെല്ലാ ജീവികളും കഴിക്കുന്ന ആഹാരം സെയിം ആണോ? ഒരിക്കലും അല്ല. എല്ലാവരും കഴിക്കുന്ന രീതി സെയിം ആണോ? ആഹാരം കഴിക്കുന്ന രീതി അതും സെയിം അല്ല. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഹാരമൊക്കെയാണ് പല പല ജീവികൾ കഴിക്കുന്നത്. ഇപ്പം കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പശു ആണെങ്കിൽ പുല്ല് കഴിക്കും അല്ലേ, വൈക്കോല് കഴിക്കും. പിന്നെ നമ്മുടെ ആടാണെങ്കിൽ ഇലകൾ കഴിക്കും അല്ലേ, ചെറിയ 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 ചെടികളും ഇലകളും ഒക്കെ ആട് കഴിക്കും. പൂച്ചയാണെങ്കിൽ എലീനെ കഴിക്കും, പൂച്ച ബാക്കിയുള്ള മാംസം കഴിക്കും അല്ലേ. കരടി തേൻ കുടിക്കുന്നു. പിന്നെ മുയലാണെങ്കിലോ ക്യാരറ്റ് കഴിക്കും അല്ലേ, ക്യാരറ്റ് കഴിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ഇലകളും കാര്യങ്ങളൊക്കെ കഴിക്കും. മനുഷ്യനാണെങ്കിൽ നമ്മൾ ചോറ് കഴിക്കും, എന്തൊക്കെയോ കഴിക്കും അല്ലേ, ഒരുപാട് ചപ്പാത്തി കഴിക്കും, ഇഷ്ടംപോലെ സാധനങ്ങൾ കഴിക്കും. അങ്ങനെ നമ്മുടെ ചുറ്റിനും പല പല ജീവികളുണ്ട്. ഇവരുടെയൊക്കെ ആ ഒരു ആഹാരത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ആഹാരത്തിൻ്റെ രീതി ഉറപ്പായിട്ടും ഡിഫറെൻ്റ് ആണ്. ഓരോ ജീവിയുടെയും ആഹാരം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. എല്ലാ ജീവികളും ആഹാരം കഴിക്കുന്നുണ്ട്. ഈ കഴിച്ച ആഹാരം അവരുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കഴിച്ച ആഹാരത്തെ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ആഹാരം ജീവികൾ സ്വീകരിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ. ജീവികൾ ആഹാരത്തെ സ്വീകരിക്കുകയും സ്വീകരിച്ചതിന് ശേഷം അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ആ രീതിക്ക് പറയുന്ന പേരാണെന്ത്? ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ. ഈ പോഷണത്തിന് 5 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. പോഷണത്തിന് എത്ര ഘട്ടങ്ങളുണ്ട്? 5 ഘട്ടങ്ങളുണ്ട്. 5 ഘട്ടങ്ങൾ. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആഹാര സ്വീകരണമാണ്. ഇപ്പോൾ ഒരു ജീവി ആഹാരം കഴിക്കുന്നു, അതിനെ അതിൻ്റെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ പോഷണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ആദ്യം ആഹാരം കഴിക്കണം. വല്ലതും കഴിച്ചാലല്ലേ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഘട്ടം, പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ആഹാര സ്വീകരണം. ആഹാര സ്വീകരണം, ഇൻജക്ഷൻ എന്ന് പറയും. നമ്മൾ ആഹാരം സ്വീകരിക്കുന്നത് ഏതിൽ കൂടെയാണ്? നമ്മൾ എങ്ങനെയാണ് ആഹാരം സ്വീകരിക്കുന്നത്? വായിലേക്ക് അല്ലേ. അപ്പോൾ ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്? ആദ്യം എത്തുന്നത് വായിലാണ്. ആഹാരം ആദ്യം എത്തുന്നത്. പോഷണ പ്രക്രിയയിൽ ആഹാരം സ്വീകരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വായിലൂടെയാണ് ആഹാരം കഴിക്കുന്നത്. ഈ വായിലേക്ക് ആഹാരം എത്തിക്കഴിഞ്ഞാൽ ആ ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മളടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ആഹാരത്തിന് ഉണ്ടാകുന്നത്? ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളാണ് ആഹാരത്തിന് ഉണ്ടാകുന്നത്? നമ്മളിങ്ങനെ ആഹാരം എടുത്ത് അങ്ങനെ വിഴുങ്ങുന്ന ആൾക്കാർക്ക് വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വിഴുങ്ങാൻ പാടുണ്ടോ? പാടില്ല അല്ലേ. നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോ. നമ്മൾ പല്ല്, നമ്മുടെ ആ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വായയിൽ ആരൊക്കെയാണ് ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആഹാരത്തിന് ആ ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി സഹായിക്കുന്ന 3 പേരുണ്ട്. ഒന്ന് പല്ലുകളുണ്ട്, പിന്നെ നാവുണ്ട്, പിന്നെ ഉമിനീരുണ്ട്. നമ്മുടെ വായയിൽ പല്ലുകൾ, നാവ്, ഉമിനീര്, ഇത്രയും ആൾക്കാർ ഈ ആഹാരത്തിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ഈ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കാനില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം. നമ്മൾ കഴിച്ച ആഹാരത്തിന് നമ്മളിപ്പം കട്ടിയായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കുന്നുണ്ടല്ലേ, അതിനെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കുന്ന രീതിയിൽ ചെറുതാക്കണം അല്ലേ. ചെറുതാക്കി 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 ഏറ്റവും ചെറുതാക്കിയിട്ടാണ് നമ്മുടെ ശരീരം അതിനെ യൂസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പാകത്തിലാക്കുന്ന ആ ഒരു പ്രക്രിയ അറിയപ്പെടുന്ന പേര് ദഹനം എന്നാണ് അല്ലേ. ദഹനം എന്നാണ് അറിയപ്പെടുന്നത്, ദഹനം. ഈ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദഹനം ആരംഭിക്കുന്നത് വായയിലാണ്. ആദ്യം തന്നെ നമ്മുടെ ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വായയാണ്. ഓക്കെ, ആ വായയിൽ ആ ദഹന പ്രക്രിയയെ സഹായിക്കാനാണ് പല്ലുകളും നാവും അതേപോലെ ഉമിനീരും ഉള്ളത്. ക്ലിയർ അല്ലേ? ശരി, നോക്കിക്കോ.
ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. നമ്മൾ ചവച്ച് വേണം ആഹാരം കഴിക്കാൻ, വിഴുങ്ങാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ കഴിച്ച ആഹാരത്തിന് നന്നായിട്ട് ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? പല്ലുകളാണ്. ഇതാ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു പല്ല് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഒരു പല്ല് ഇതാ ഇങ്ങനെ നടുകെ മുറിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പല്ലിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന വെള്ള നിറമുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ഇനാമൽ അല്ലേ. പല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള വെള്ള നിറമുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് ഇനാമൽ എന്നാണ്. അപ്പം പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. PSCയുടെ ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാ കിടക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ പല്ലിൻ്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം പല്ലിൻ്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം പല്ലിൻ്റെ ഇനാമൽ ആണ്. ഓക്കെ, ശരി, അത് മനസ്സിലായല്ലോ. നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. നമ്മൾ ദഹനം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴൊക്കെ കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇവിടെ നമ്മളൊരു ബേസ് ഇട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ശരി, നമ്മുടെ മനുഷ്യന് എത്ര ടൈപ്പ് പല്ലുണ്ട്? പല്ല് 4 ടൈപ്പ് ഉണ്ട്. എത്ര പ്രാവശ്യം പല്ല് വരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എത്ര തവണയാണ് മനുഷ്യനിൽ പല്ല് വരുന്നത്? നമ്മൾ കുഞ്ഞായിരിക്കുമ്പം നമുക്ക് പാൽപ്പല്ലുകൾ ഉണ്ടാവും അല്ലേ, മിൽക്ക് ടീത്ത് ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 6 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് പൊഴിഞ്ഞു പോകും. എന്നിട്ട് സ്ഥിരദന്തങ്ങളുണ്ടാവും. സ്ഥിരമായിട്ട് നമ്മുടെ വായിലുള്ള പല്ലുകളുണ്ടാകും. അപ്പം അങ്ങനെ 2 പ്രാവശ്യമാണ് നമുക്ക് പല്ല് വരുന്നത്. ഒന്ന് പാൽപ്പല്ലുകളും മറ്റൊന്ന് സ്ഥിരദന്തങ്ങളുമാണ്. ഒന്ന് പാൽപ്പല്ലുകളും മറ്റൊന്ന് എന്താണ്? മറ്റൊന്ന് സ്ഥിരദന്തങ്ങളുമാണ്. നോക്കിയോ, ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ പല്ലുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്. ഈ പല്ലുകൾ അറിയപ്പെടുന്ന പേരാണ് പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്. ആകെ എത്ര പാൽപ്പല്ലുണ്ട് മനുഷ്യന്? 20 പാൽപ്പല്ലുണ്ട്. മേളിൽ 10, താഴെ 10. അപ്പം മുകളിലും താഴെയുമായിട്ട് 10 വീതം ആകെ 20 പാൽപ്പല്ലുകളുണ്ട്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. പാൽപ്പല്ലുകളുടെ എണ്ണം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 20. മേളിൽ 10, താഴെ 10, ടോട്ടലായിട്ട് 20 പാൽപ്പല്ലുകളാണ് മനുഷ്യന് ഉള്ളത്. 6 മാസം പ്രായമാകുമ്പോഴാണ് പല്ല് മുളയ്ക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഇനി ഒരു 6 വയസ്സാകുന്ന സമയം മുതൽ ഈ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് പൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പല്ലുകളെയാണ് നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ സ്ഥിരദന്തങ്ങൾ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ സ്ഥിരമായിട്ട് വന്നു കഴിയുന്ന പല്ലുകളുണ്ടല്ലോ, ആ പല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പുതിയ പല്ല് മുളച്ച് വരില്ല. ആ പല്ല് കിളിർത്ത് വരില്ല. ഓക്കെ, സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണം ഉണ്ട്? സ്ഥിരദന്തങ്ങൾ 32 എണ്ണം ഉണ്ട്. അതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 32. സ്ഥിരദന്തങ്ങൾ 32. ഓക്കെ ആണല്ലോ. ശരി, ഇനി നമ്മുടെ മനുഷ്യനിൽ എത്ര ടൈപ്പ് പല്ലുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞത് എത്ര പ്രാവശ്യം പല്ല് വരുന്നു? 2 പ്രാവശ്യം പാൽപ്പല്ലും പെർമനന്റ് ടീത്ത് സ്ഥിരദന്തവും. ഇനി നമ്മൾ പറയുന്നത് എത്ര ടൈപ്പ് പല്ല്, എത്ര തരം പല്ലുകളാണ് മനുഷ്യനിലുള്ളതെന്ന് ചോദിച്ചാൽ 4 തരം പല്ലുകളാണ് മനുഷ്യനിലുള്ളത്. എത്ര തരം പല്ലുണ്ട്? 4 തരം പല്ല് മനുഷ്യനിലുണ്ട്. ഏതൊക്കെയാണത്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിങ്ങനെ 4 ടൈപ്പ് പല്ലാണ് മനുഷ്യനിലുള്ളത്. 4 ടൈപ്പ് പല്ലാണ് മനുഷ്യനിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. ശരി, അത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്കതിൻ്റെ എണ്ണവും അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. എല്ലാം പുതിയ SCERT പുതിയ രൂപത്തിലാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ പഴയതിലും പഠിച്ചിട്ടൊക്കെ ഉള്ളത് തന്നെയാണ്, എന്നാലും പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഉളിപ്പല്ലാണ്, ഇൻസിസേഴ്സ് ആണ്. എത്ര പല്ലുണ്ട് ഇൻസിസേഴ്സ്? മുൻവശത്ത് നമ്മുടെ ഏറ്റവും മുൻപിൽ കാണുന്ന പല്ലാണ് ഇൻസിസർ എന്ന് പറയുന്നത്. മുൻവശത്ത് മുകളിലും താഴെയുമായി 4 വീതം പല്ലുകളുണ്ട്. മുകളിലും താഴെയുമായിട്ട് 4 വീതം പല്ലുകളാണ് ഉള്ളത്. ഓക്കെ, 4 വീതം പല്ലുകൾ എന്ന് പറയുമ്പം ഇവിടെ നോക്കിക്കോ, ഞാൻ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം കേട്ടോ. അതായത് മനുഷ്യൻ്റെ ദന്തസൂത്രം എന്നൊരു സാധനമുണ്ട്. ഇത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതല്ല, എന്നാലും പഠിക്കാനുള്ള എളുപ്പത്തിന് പറഞ്ഞു തരികയാണ്. മനുഷ്യൻ്റെ ദന്തസൂത്രം അല്ലെങ്കിൽ ദന്തൽ ഫോർമുല എന്നൊരു സംഗതിയുണ്ട്. അതെന്ന് പറയുന്നത് 2123 by 2123 എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ദന്തസൂത്രം എത്രയാണ്? 2123 by 2123. ഇതങ്ങ് പഠിച്ചു വെക്കുക. ഈ 4 പല്ലിൻ്റെ പേരും പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അത് പഠിച്ചല്ലോ. 4 പല്ലുകളുടെ പേര് പഠിച്ചു. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം.
പിന്നെ ദന്തസൂത്രം 2, 1, 2, 3 ആണ്. 2, 1, 2, 3 by 2, 1, 2, 3. ഓക്കെ, മേളിലും താഴെയുള്ള പല്ലിൻ്റെ ഒരു റേഷ്യോ ആണ് അവിടെ പറയുന്നത്. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ 4 പല്ല് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം ഇതറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2, 1, 2, 3 ഇല്ലേ, അതിൻ്റെ കൂടെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 2, 1, 2, 3 × 4. അപ്പോൾ ആദ്യം 2 × 4 എത്ര? 8 എണ്ണം. അത് കഴിഞ്ഞാൽ പിന്നെ 1 × 4 ആണ്. 1 × 4 4 എണ്ണം. വീണ്ടും 2 × 4 8 എണ്ണം. അത് കഴിഞ്ഞാൽ 3 × 4 12 എണ്ണം. അപ്പോൾ ഉളിപ്പല്ലിൻ്റെ എണ്ണം 8. ഉളിപ്പല്ലിൻ്റെ എണ്ണം 8. കോമ്പല്ലിൻ്റെ എണ്ണം 4. അഗ്രചർവണകം 8. ചർവണകം 12. കിട്ടിയില്ലേ? പല്ലിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 2, 1, 2, 3 × 4 ആലോചിച്ചാൽ മതി. നമ്മുടെ ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, അഗ്രചർവണകം 8, ചർവണകം 12. ഓക്കെ, അപ്പോൾ മുകളിലും താഴെയുമായി 4 വീതം പല്ലുകളാണ്. മുകളിൽ 4, താഴെ 4, ടോട്ടലായിട്ട് 8 എണ്ണം. മനസ്സിലായോ? അതാണ് ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്തിനാണ് സഹായിക്കുന്നത്? ഇപ്പം നമ്മുടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ കിട്ടി, നമ്മൾ കടിച്ച് മുറിക്കണമെങ്കിൽ ഇവിടെ വെച്ചാണോ കടിക്കുന്നത്? അല്ല, കടിച്ച് മുറിക്കുന്ന നമ്മൾ ഫ്രണ്ടിൽ വെച്ചാണ് കടിച്ച് മുറിക്കുന്നത്, അല്ലേ? അപ്പോൾ ഉളിപ്പല്ലുകൾ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. PYQ ആണ്, മുഴുവനും PYQ ആണ്. അതായത് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഉളിപ്പല്ലുകൾ ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. ഇനി കോമ്പല്ല് എത്ര എണ്ണം ഉണ്ട് ടോട്ടലായിട്ട്? 4 കോമ്പല്ലാണ് ടോട്ടലായിട്ടുള്ളത്. 4 കോമ്പല്ലാണ്, അല്ലേ? നമ്മൾ ഈ കോമ്പല്ലെന്ന് പറയുമ്പോൾ മറ്റേ എക്ഷിപ്പല്ല് എന്നൊക്കെ പറയൂലേ, നമ്മൾ ഈ ചിക്കനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കടിച്ചു മുറിക്കുന്ന പല്ലില്ലേ, ആ പല്ലാണ് കോമ്പല്ലെന്ന് പറയുന്നത്. ഓക്കെ, മാംസാഹാരികളിൽ കാര്യമായിട്ട് കൂർത്തിരിക്കുന്ന പല്ലാണ് കോമ്പല്ല്. നമ്മുടെ ഉളിപ്പല്ല് കഴിഞ്ഞാൽ പിന്നെ കൂർത്തിരിക്കുന്ന പല്ല്, കേട്ടോ. അപ്പോൾ കോമ്പല്ലിൻ്റെ എണ്ണം 4 എണ്ണം. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് എത്ര എണ്ണം വീതം? 2 വീതം പല്ലുകൾ. മുകളിൽ 2, താഴെ 2. അപ്പോൾ ടോട്ടലായിട്ട് 4 എണ്ണം. ഓക്കെ, ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 2 വീതം പല്ലുകൾ. എന്തിനായിരിക്കും സഹായിക്കുന്നത്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കോമ്പല്ലാണ്. ഇനി അടുത്ത അഗ്രചർവണകം. നമ്മുടെ ഏറ്റവും അറ്റത്തുള്ള പല്ലെന്ന് പറയുമ്പോൾ നല്ല വീതിയുള്ള പല്ലല്ലേ? ഈ കോമ്പല്ലിൻ്റെയും ആ വീതിയുള്ള പല്ലിൻ്റെയും ഇടയിൽ കാണുന്ന പല്ലുകളില്ലേ, ഇടയിൽ കാണുന്ന പല്ലുകൾ, ആ പല്ലുകളാണ് എന്തെന്ന് പറയുന്നത്? അഗ്രചർവണകം എന്ന് പറയുന്നത്. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം? ടോട്ടൽ 8 എണ്ണം. മേളിൽ ഇവിടെ 2, ഇവിടെ 2. അപ്പം ടോട്ടലായിട്ട് 4. ഇവിടെ 2, ഇവിടെ 2. ടോട്ടലായിട്ട് 4. 4, 4, 8. മനസ്സിലായല്ലോ? ശരി. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്, അല്ലേ? അഗ്രചർവണകമാണെങ്കിലും ചർവണകമാണെങ്കിലും 2 പേരാണെങ്കിലും ചവച്ചരയ്ക്കാണ്. നമ്മളെല്ലാമായിട്ട് ഇങ്ങനെ ചവച്ചരയ്ക്കുന്ന ഈ സൈഡിലോട്ട് ഇട്ടിട്ടല്ലേ ചവച്ചരയ്ക്കുന്നത്? അപ്പോൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകങ്ങൾ. ഇനി ചർവണകമാണ്, മോളാർസ് എന്ന് പറയും. ചർവണകം മുകളിലും താഴെയുമായി 6 പല്ലുകൾ വീതം. ഏറ്റവും അവസാനമുള്ള ഇവിടെ 3, ഇവിടെ 3, മേളിൽ 3, ഇവിടുത്തെ സൈഡിൽ 3. അപ്പം ടോട്ടലായിട്ട് എത്രയായി? 12 എണ്ണമായി. ഓക്കെ, ടോട്ടൽ 12 എണ്ണം. അപ്പം 6 വീതം, മേളിൽ 6, താഴെ 6. ഓക്കെ, ടോട്ടൽ 12. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പം കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്, കടിച്ചു കീറാൻ കോമ്പല്ല്, അഗ്രചർവണകവും ചർവണകവും ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എണ്ണവും ക്ലിയർ ആണല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടോ. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായിട്ട് നമ്മൾ എന്ത് വിളിക്കും? അണപ്പല്ലുകൾ എന്ന് വിളിക്കും, അല്ലെ? അണപ്പല്ലുകൾ എന്ന് വിളിക്കും. അഗ്രചർവണകവും ചർവണകവും ചേർത്ത് വിളിക്കുന്ന പേരാണ് അണപ്പല്ലുകൾ. അണപ്പല്ലുകൾ. ഓക്കെ ആണല്ലോ? ശരി. ഇനി പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ല് ഉണ്ടാവും ടോട്ടലായിട്ട്? അപ്പോൾ 32 പല്ല് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. 32 പല്ല് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് ഈ മാംസം കഴിക്കുന്ന ഈ ജീവികളുടെ പല്ലുകൾ കണ്ടോ? ഈ കൂർത്തിരിക്കുന്ന പല്ല്, ഇത് ഏത് പല്ലായിരിക്കും? ഏത് ടൈപ്പ് പല്ലായിരിക്കും? കോമ്പല്ലായിരിക്കും, അല്ലേ? കോമ്പല്ലായിരിക്കും. അപ്പം മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി സസ്യാഹാരികളിലാണെങ്കിലോ? ഈ സസ്യാഹാരികളിലാണെങ്കിലുള്ള പല്ല് ഏതാണ്? അത് മറ്റേ ഉളിപ്പല്ലുകളാണ്. ആഹാരം കടിച്ചു മുറിക്കാനും അതേപോലെ അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാനും. ഈ പശുക്കളൊക്കെ ചവച്ചരച്ചുകൊണ്ടിരിക്കുന്ന അറിയാം, അല്ലേ? കടിച്ചു മുറിക്കാനും അതേപോലെ ചവച്ചരയ്ക്കാനും സഹായിക്കുന്ന പല്ലുകളാണ് സസ്യാഹാരികളിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. മാംസാഹാരികളിലാണെങ്കിൽ കോമ്പല്ലുകളാണ് കാര്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. ഓക്കെ, ശരി, അത് മനസ്സിലായി. ഇനി പല്ല് കേടുവരാറുണ്ടല്ലേ? ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ദന്തക്ഷയം ഉണ്ടാവാറില്ലേ? ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ദന്തക്ഷയം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കേടായ പല്ലുകൾ കാണിച്ചിട്ടുണ്ട്. കേടായ പല്ലുകൾ എങ്ങനെയാണ് പല്ല് കേടുവരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരീക്ഷണം നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം പരീക്ഷണം. ഓക്കെ, നമുക്ക് PSCക്കൊന്നും അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും നോക്കി വെച്ചിരിക്കാം ഒന്ന്.
ഓക്കെ, മാർബിൾ എന്ന് നിങ്ങൾക്ക് അറിയാം. മാർബിൾ അറിഞ്ഞൂടെ? മാർബിൾ എന്തിൻ്റെ സംയുക്തമാണ്? കാൽഷ്യത്തിൻ്റെ ഒരു സംയുക്തമാണ് മാർബിൾ. കാൽഷ്യം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ മാർബിളിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മളൊരു ലെൻസ് ഉപയോഗിച്ച് ആ മാർബിളിനെ നന്നായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കി. എന്നിട്ട് അതിനെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ആ മാർബിളിനെ ഇട്ട് വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ആ മാർബിളിൻ്റെ കഷ്ണം എടുത്തിട്ട് പിന്നെയും നമ്മൾ ലെൻസിൽ കൂടെ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ മാർബിളിൻ്റെ കഷ്ണം ദ്രവിച്ചു പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കാൽഷ്യം അടങ്ങിയ മാർബിൾ ആസിഡുമായി പ്രവർത്തിച്ചപ്പോൾ അത് ദ്രവിക്കാൻ തുടങ്ങി അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കി. മാർബിളിലുള്ള കാൽഷ്യവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാണ് അതിൻ്റെ കാരണം. നമ്മുടെ പല്ലിൻ്റെ ഇനാമലിലെ ഏറ്റവും കട്ടിയുള്ള പദാർത്ഥമായിട്ടുള്ള ഇനാമൽ, പുറത്തുള്ള ഈ ഇനാമലും ഒരു കാൽഷ്യം സംയുക്തമാണ്. അപ്പോൾ ഇനാമൽ എന്ന് പറഞ്ഞാലും കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു സംയുക്തമാണ് ഇനാമൽ. നമുക്ക് 9ാം ക്ലാസ്സിൽ വീണ്ടും ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ഈ ഇനാമൽ കാൽഷ്യം ആണല്ലോ. ഈ ഇനാമൽ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഇനാമലും നശിക്കും. ശരിയല്ലേ? കാൽഷ്യം അടങ്ങിയിരിക്കുക, അപ്പോൾ ഇനാമൽ ഉറപ്പായിട്ട് നശിക്കും. ഇതിനെയാണ് നമ്മൾ ടൂത്ത് ഡീക്കെ അല്ലെങ്കിൽ ദന്തക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസിഡ് എവിടെ നിന്ന് വരും എന്നൊരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആസിഡ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു കുട്ടിയും ഒരു ദന്ത ഡോക്ടറും ഒരു ഡെന്റിസ്റ്റും തമ്മിലുള്ള സംഭാഷണം, ഫോൺ സംഭാഷണം പോലെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഡോക്ടർ, എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു, ഇതിനെന്താണ് കാരണം എന്ന് ചോദിച്ചിരിക്കുകയാണ്. ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും. തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത്. നോക്കൂ, നമ്മൾ ആഹാരം കഴിച്ചിട്ട് നേരെ വായ വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് ഇരിക്കും അല്ലേ? അപ്പോൾ അവിടെ ആര് വരും? ബാക്ടീരിയാസ് വരും. ഈ ബാക്ടീരിയാസ് ജീവിക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് ആഹാരം കണ്ടെത്തി പ്രയോജനപ്പെടുത്തും അല്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർ ഈ പല്ലിൽ കാണുന്ന വേസ്റ്റിൽ അല്ലെങ്കിൽ ആ അവശിഷ്ടങ്ങളിൽ ജീവിക്കും, പോഷണം നടത്താൻ വേണ്ടി ശ്രമിക്കും. ഈ ബാക്ടീരിയാസ് പോഷണം നടത്തുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏത് ആസിഡ് ഉണ്ടാകും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ഈ ലാക്റ്റിക് ആസിഡ് പല്ലിൽ അടിഞ്ഞുകൂടുകയും ആ ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ കാൽഷ്യം സംയുക്തമായിട്ടുള്ള ഇനാമലുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ട് പല്ലിന് കേടുണ്ടാക്കുകയും ചെയ്യുന്നത്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ആസിഡ് ആണല്ലോ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ആസിഡാണ്. പക്ഷേ ലാക്റ്റിക് ആസിഡ് വീര്യം കുറഞ്ഞ ആസിഡ് അല്ലേ, പിന്നെ എങ്ങനെയാണത് പല്ലിനെ നശിപ്പിക്കുന്നതെന്നാണ് ആ കുട്ടിയുടെ പിന്നത്തെ സംശയം. ഓക്കെ, നോക്കിയോ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്ത്? കാൽഷ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെ കാൽഷ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. പെട്ടെന്ന് ഒരു പ്രാവശ്യം നമ്മൾ വായ വൃത്തിയാക്കാതെ ആവുമ്പം അവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും, അത് നശിച്ചു പോവുകയും ചെയ്യുകയാണോ? അല്ല, ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അത് ശക്തി കുറഞ്ഞ ആസിഡ് ആണെങ്കിലും സ്ഥിരമായിട്ട് ഈ പരിപാടി നടന്നു കഴിയുമ്പോൾ ഒരുപാട് കാലം എടുത്തിട്ട് അതെന്ത് ചെയ്യും? അത് കേടായിട്ട് പോകും. ഞാൻ രാത്രിയിൽ പല്ല് നന്നായി വൃത്തിയാക്കും, എന്നാൽ ചിലപ്പോൾ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? അല്ലേ? അപ്പം ഡോക്ടർ പറയാണ്, ഏത് ആഹാരം കഴിച്ചാലും വായ നന്നായി വൃത്തിയാക്കണം, പ്രത്യേകിച്ച് മധുരമുള്ള ആഹാരവസ്തുക്കൾ. മധുരമുള്ള ആഹാരം കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയാസ് പ്രവർത്തിക്കില്ലേ? ഈ ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ മധുരമുള്ള വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. അതുകൊണ്ട് രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കണം. കൂടാതെ ഓരോ തവണയും ഭക്ഷണശേഷം വായ വൃത്തിയാക്കണം എന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് കാൽഷ്യം അടങ്ങിയ സംയുക്തമാണ് ഇനാമൽ. ദന്തക്ഷയം വരുമ്പോൾ ഇനാമൽ കേടാവുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷണം കഴിച്ച് വായ വൃത്തിയാക്കാതിരിക്കുക, ഒരുപാട് മധുരപലഹാരം കഴിച്ചിട്ട് വായ വൃത്തിയാക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്ടീരിയാസ് പ്രവർത്തിക്കുന്നു. ബാക്ടീരിയാസ് പോഷണം നടത്തുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ആ ലാക്റ്റിക് ആസിഡ് കാൽഷ്യം സംയുക്തമായ ഇനാമലുമായി പ്രവർത്തിച്ചിട്ടാണ് ഇനാമൽ നശിച്ചു പോകുന്നത്. ഇതാണ് ടൂത്ത് ഡീക്കെ അല്ലെങ്കിൽ ദന്തക്ഷയം. ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? ശരി, അടുത്തതിലോട്ട് പോവാം. നമ്മൾ ഇനി പറഞ്ഞു നമ്മുടെ വായയിൽ പല്ല് കഴിഞ്ഞാൽ പിന്നെ നാക്ക് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നാക്ക് എന്തിനാ നോർമലി സഹായിക്കുന്നത്? സ്വാദ് അറിയാൻ അല്ലേ? നമ്മുടെ നാവിൽ ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ സ്വാദ് മുകുളങ്ങൾ, രുചി മുകുളങ്ങളുണ്ട്. അപ്പോൾ രുചി അറിയാൻ നാക്കിലെ സ്വാദ് മുകുളങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം. നാവിൻ്റെ വേറെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്?
നമ്മുടെ നാക്ക് ഈ പല്ലിങ്ങനെ ചവച്ചരച്ച ആഹാരം ഉണ്ടല്ലോ, ഈ ആഹാരത്തിന് വിഴുങ്ങാൻ വേണ്ടി നന്നായിട്ട് അമർത്തിയിട്ട് വിഴുങ്ങാൻ വേണ്ടി സഹായിക്കുന്നത് നാവാണ്. പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതും ആരാണ്? നാവാണ് ഇങ്ങനെ ചലിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ട് കറക്റ്റായിട്ട് ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന നാവാണ്. വിഴുങ്ങാനും സഹായിക്കുന്നുണ്ട്, രുചി അറിയാനും നാവ് എന്ത് ചെയ്യുന്നുണ്ട്? നാവ് സഹായിക്കുന്നുണ്ട്. അത് ഒന്ന് വായിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വായയിൽ ഉമിനീരുണ്ട്. പ്രധാനമായിട്ടും 3 ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ വായയിലുള്ളത്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായയിലുള്ളത്. പക്ഷേ 4മതൊരു ഗ്രന്ഥിയും കൂടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്പോഴും 3 എണ്ണമായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 4മത്തെ ഒരു ഗ്രന്ഥിയും ഉമിനീർ ഗ്രന്ഥിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പം ഈ ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീര് സ്രവിപ്പിക്കുന്നത്. നമ്മുടെ വായയിൽ കാണുന്ന ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീരിനെ സ്രവിപ്പിക്കുന്നത്. ആ ഉമിനീരിൽ കുറച്ച് രാസാഗ്നി എൻസൈമുകൾ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഈ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ ഇല്ല. അതൊക്കെ നമുക്ക് വഴി എന്ത് ചെയ്യാം, 9ാം ക്ലാസ്സിലേക്ക് പോകുമ്പം പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഉമിനീരും ഈ പറയുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, ഉമിനീരും സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഉമിനീർ ഗ്രന്ഥികൾ ആണ് ഉമിനീര് സ്രവിപ്പിക്കുന്നത് എന്നും നിങ്ങളിവിടെ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വായിൽ കൂടെ ഫുഡ് കഴിച്ചു, പതുക്കെ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് നീണ്ട ഈ കുഴലിലേക്കാണ് നേരെ നമ്മുടെ ആഹാരം പോകുന്നത് അല്ലേ. നീണ്ട ഈ കുഴലിലേക്കാണ് ആഹാരം പോകുന്നത്. ഈ കുഴലിനെ വിളിക്കുന്ന പേരാണ് അന്നനാളം. ഓക്കെ, അന്നനാളം. നമുക്ക് നോക്കാം. വായിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നു. വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തുന്നു. ഇത് കണ്ടോ, ഇതാണ് നീണ്ട കുഴലാണ് അന്നനാളം. ഈ കാണുന്നത് നമ്മുടെ ആമാശയമാണ്. ഓക്കെ, നമ്മുടെ ആമാശയം, വയറാണ്, ആമാശയമാണ് ഇതായി കാണുന്നത്. അപ്പം ഈ നമ്മൾ വായിൽ കൂടെ കഴിച്ച ആഹാരം ഈ അന്നനാളത്തിൽ കൂടെ കടന്ന് എവിടെ എത്തും? ആമാശയത്തിൽ എത്തും. ഇതിലെ ഓരോ സ്റ്റെപ്പും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഐഡിയ വരാനാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടാണ് പഠിക്കുന്നത്. ശരി, അപ്പോൾ വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ എവിടെ എത്തുന്നു? ആമാശയത്തിലേക്ക് എത്തുന്നു. ഓക്കെ, എന്താണ് അന്നനാളം? വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പുതിയ പോയിന്റുകളാണ്. പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളത് പുതിയ SCRT-യിലുള്ള പോയിന്റുകളാണ്. കൃത്യമായി നോക്കുക. വരുന്ന പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലും ചോദിക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇതെന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? പേശികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഫുഡ് ഈ അന്നനാളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പം ഈ അന്നനാളം ഇങ്ങനെ വേവ് പോലെ ഇങ്ങനെ ചലിക്കും. ഈ ആഹാരം ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചലിക്കുമ്പോഴാണ് ഈ ആഹാരം ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോണത്. ഓക്കെ, ഇങ്ങനെ അന്നനാളം ഒരു വേവ് പോലെ, ഒരു തരംഗം പോലെ ഇങ്ങനെ ചലിക്കില്ലേ? ഈ ചലനം അറിയപ്പെടുന്നൊരു പേരുണ്ട്, അതാണ് പെരിസ്റ്റാൾസിസ്. പേരെന്താണ്? പെരിസ്റ്റാൾസിസ്. അപ്പം അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ചലനം അറിയപ്പെടുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണെന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പെരിസ്റ്റാൾസിസ്. പഠിച്ചല്ലോ, ശരി. അപ്പോൾ ഈ പെരിസ്റ്റാൾസിസ് വഴി, ഈ തരംഗ രൂപത്തിലുള്ള ചലനം വഴി ആഹാരം എവിടെ എത്തും? ആമാശയത്തിലേക്ക് എത്തും അല്ലെ. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ വായിലൂടെ, അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ആഹാരം എത്തി. ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ 2ാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു. ഓക്കെ, ദഹനം വായിൽ വെച്ച് ചെറിയ തോതിൽ മാത്രമാണ് ദഹനം ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു ആമാശയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ദഹനം കാര്യമായിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷെ അവിടെയും പൂർണ്ണമാവുന്നില്ല, ദഹനം പൂർത്തിയാവില്ല കേട്ടോ, ജസ്റ്റ് ഭാഗികമായിട്ട് നടക്കുന്നുണ്ട്. ആഹാര പദാർത്ഥങ്ങൾ 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മുടെ ആമാശയത്തിൽ നിലനിൽക്കും. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ നമ്മുടെ ആമാശയത്തിൽ നിലനിൽക്കും. ഇനി ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകും. ഈ നമ്മൾ അന്നനാളം ഇങ്ങനെ തരംഗം പോലെ ഇങ്ങനെ ചലിക്കുന്നുണ്ട്, അതാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ആമാശയത്തിന്റെ ഭിത്തിയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തരംഗം പോലെ ആമാശയത്തിന്റെ ഭിത്തിയും ചലിക്കുന്നുണ്ട്. ഇങ്ങനെ ആമാശയത്തിന്റെ ഭിത്തി ഇങ്ങനെ തരംഗം പോലെ ചലിക്കുമ്പോൾ നമ്മുടെ ആഹാരം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആവും. ഓക്കെ, കുഴമ്പ് പരുവത്തിലേക്ക് ആവും. ഇനി ഈ ആമാശയത്തിന്റെ ഭിത്തിയിൽ കുറച്ച് ഗ്രന്ഥികളൊക്കെ കാണുന്നുണ്ട്. ഈ ഗ്രന്ഥികൾ ഒരു ആമാശയ രസം അല്ലെങ്കിൽ ഒരു ദഹനരസം ഉൽപ്പാദിപ്പിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ആമാശയം ഇങ്ങനെ കിടന്ന്
തരംഗം പോലെ ചലിക്കുമ്പോൾ ആ ആമാശയത്തിലുള്ള ഫുഡ് ഒരു 4-5 മണിക്കൂർ അവിടെ നിൽക്കില്ലേ? ഈ ഫുഡെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് ഒരു കുഴമ്പ് പരുവത്തിലാവും. ഇനി ആമാശയത്തിന്റെ ഭിത്തി എന്ത് ചെയ്യുന്നറിയോ? ആമാശയ രസം അല്ലെങ്കിൽ ദഹനരസം എന്ന് പറയുന്ന ഒരു സ്രവത്തെ ഉൽപ്പാദിപ്പിക്കും. ഈ സ്രവത്തിൽ കുറേ എൻസൈമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ പറയുന്ന ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രമല്ല, വേറെയും കുറച്ച് രാസാഗ്നികളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ദഹനരസത്തിൽ കാണുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നുണ്ടല്ലേ? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാംസ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീൻ ഇല്ലേ? മാംസ്യം, പ്രോട്ടീൻ. നമ്മുടെ മുട്ടയിലും അതേപോലെ പയറ്, ഉഴുന്ന്, നമ്മുടെ അങ്ങനത്തെ ധാന്യങ്ങളിലൊക്കെ കാണുന്ന പ്രോട്ടീൻ. ആ പ്രോട്ടീൻ മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും നമ്മൾ ആഹാരം കഴിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രോഗാണുക്കളെ നശിപ്പിക്കാനുമൊക്കെ ആര് സഹായിക്കും? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കും. ഓക്കെ, ഡീപ്പായിട്ട് വലിയ ക്ലാസ്സിൽ പഠിക്കാം. ഇനി ആമാശയത്തിൽ വെച്ചപ്പം ഈ എൻസൈമുകളുടെ ഒക്കെ സഹായം കൊണ്ട്, ദഹനരസത്തിൻ്റെ ഒക്കെ സഹായം കൊണ്ട് ആഹാരം ഭാഗികമായിട്ട് ദഹിച്ചു. കുറേ ഒരു പരിധി വരെ ദഹിച്ചു. ഈ ദഹിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ നിന്നും നേരെ നമ്മുടെ ആ ഒരു ഫുഡ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഭാഗികമായിട്ട് ദഹിച്ച ആഹാരം നേരെ പോകുന്നത് ചെറുകുടലിലോട്ടാണ്. ഇങ്ങോട്ട് പോകും, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും, ചെറുകുടലിലേക്ക് പോകും. ഓക്കെ, ചെറുകുടൽ, ഇതാണ് നമ്മുടെ ചെറുകുടലിലേക്ക് പോകുന്നു. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 തൊട്ട് 6 മീറ്റർ വരെ നീളമുണ്ട്. നമ്മുടെ പോഷണത്തിലെ ആദ്യത്തെ ഘട്ടം എന്തായിരുന്നു? ആഹാര സ്വീകരണം. രണ്ടാമത്തെ ഘട്ടം എന്തായിരുന്നു? ദഹനമായിരുന്നു. ഈ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അപ്പൊ ദഹനം ആരംഭിക്കുന്നത് വായയിലാണെന്ന് പറഞ്ഞു. ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ച്? പൂർത്തിയാകുന്നത് നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ് ദഹനം പൂർത്തിയാകുന്നത്. ഇപ്പം രണ്ടാമത്തെ ഘട്ടം, ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണം, രണ്ടാമത്തെ ഘട്ടം ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ച്? ചെറുകുടലിൽ വെച്ച്. ചെറുകുടലിൽ വെച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. കുറേ രാസാഗ്നികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെറുകുടലിൽ വെച്ച് ദഹനം കംപ്ലീറ്റ് ആകുന്നത്. കേട്ടോ? ഇനി ഈ മൂന്നാമത്തെ സെൻറ്റൻസ് അവിടെ കിടന്നോട്ടെ. അടുത്തത് നോക്കിക്കോ. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനത്തെ പൂർത്തിയാക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആര് എന്നത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിത്തരസം, ഇംഗ്ലീഷ് വാക്ക് എന്താണ്? പിത്തരസത്തിന്റെ ബൈൽ ജ്യൂസ്. അങ്ങനെ തന്നെ മലയാളം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് കരളാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. എന്നാൽ പിത്തരസത്തെ സംഭരിച്ചു വെക്കുന്നത്, സംഭരണം എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ, സംഭരണം നടക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് പിത്താശയം അല്ലെങ്കിൽ ഗാൾ ബ്ലാഡറിൽ വെച്ചാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിത്തരസം അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പക്ഷേ പിത്തരസത്തെ സംഭരിച്ചു വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിത്താശയം അല്ലെങ്കിൽ ഗാൾ ബ്ലാഡർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ആഹാരം വായയിൽ കൂടെ, അന്നനാളത്തിൽ കൂടെ ആമാശയത്തിലെത്തി. ആമാശയത്തിൽ നിന്ന് നേരെ ചെറുകുടലിലെത്തി. ഈ ചെറുകുടലിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും അതുപോലെ നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി, പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു സ്രവമുണ്ട്, ആഗ്നേയരസം എന്ന് പറയും. ഈ പിത്തരസവും ആഗ്നേയരസവും എവിടെ വരും? ഈ ചെറുകുടലിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് ആഹാരത്തിൻ്റെ ദഹനത്തെ പൂർത്തിയാക്കുന്നത്. പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആഹാരത്തിൻ്റെ ദഹനം പൂർണ്ണമാകുന്ന സ്ഥലം ചോദിച്ചാൽ ചെറുകുടലാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായി? ആഹാരം കഴിച്ചു, ആഹാരം ദഹിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ കഴിച്ച ആഹാരത്തിന് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു ആൾക്കാരാക്കി മാറ്റി. അപ്പോൾ ആൾക്കാരാക്കി മാറ്റി അവിടെ വെറുതെ വെച്ച് നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ കുഞ്ഞു ആൾക്കാരായിട്ട് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പാകത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ വലിച്ചെടുക്കണ്ടേ? ശരീരം ആഗിരണം ചെയ്യണം. ദഹിച്ച് ഏറ്റവും അവസാനം കിട്ടിയ പ്രോഡക്ട്സിന് ശരീരം എന്ത് ചെയ്യണോടാ? ശരീരം ആഗിരണം ചെയ്യണം.
അപ്പോൾ ഈ പോഷണ പ്രക്രിയയിലുള്ള മൂന്നാമത്തെ ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ അത് ആഗിരണമാണ്. പോഷക ഘടകങ്ങളുടെ ആഗിരണമാണ് മൂന്നാമത്തെ ഘട്ടം. ആഗിരണമാണ് മൂന്നാമത്തെ ഘട്ടം. ഓക്കെ, ആഗിരണമാണ് മൂന്നാമത്തെ ഘട്ടം. ഈ ആഗിരണം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആഗിരണം നടക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ് ആഗിരണം നടക്കുന്നതും. അതായത് ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. വായയിലാണ് ആഹാരത്തിൻ്റെ എന്താരംഭിക്കുന്നത്? ദഹനം ആരംഭിക്കുന്നത്. ആരംഭം. ഓക്കെ, ചെറുകുടലിലാണ് ദഹനം എന്ത് ചെയ്യുന്നത്? ദഹനം അവസാനിക്കുന്നത് ചെറുകുടലിലാണ്. ഓക്കെ, ഇനി ദഹനം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആഗിരണം അല്ലേ? ആ ചെറുകുടലിൽ വെച്ച് തന്നെയാണ് എന്ത് നടക്കുന്നത്? ആഗിരണം നടക്കുന്നത്. ഈ ചെറുകുടലിൽ വെച്ച് തന്നെയാണ് ആഗിരണം നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പോഷണ പ്രക്രിയയിൽ 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു: ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം. സെറ്റ്? ശരി, എങ്ങനെയാണ് ഇത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ഈ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ചെറിയ ഇങ്ങനെ വിരൽ പോലത്തെ ചെറിയ പ്രൊജക്ഷൻസ് കാണും. വിരൽ പോലെ പൊങ്ങി നിൽക്കുന്ന കുറച്ച് ഭാഗം കാണും. ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് വില്ലസുകൾ. അപ്പോൾ വില്ലസുകൾ എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ചെറുകുടലിൽ കാണുന്നു. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ആണ് വില്ലസുകൾ. ഈ വില്ലസിൽ കൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിൻ്റെ 3ാം ഘട്ടം. വില്ലസിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് 9ാം ക്ലാസ്സിലുണ്ട്. അപ്പോൾ ചെറുകുടലിൽ കാണുന്ന വിരല് പോലെയുള്ള വില്ലസുകളിൽ കൂടിയാണ് പോഷകങ്ങളുടെ ആഗിരണം നടക്കുന്നത്. ആഗിരണം ചെയ്തു, വലിച്ചെടുത്തിട്ട് വെറുതെ വച്ചിരുന്നാൽ മതിയോ? പോരാ, പ്രയോജനപ്പെടുത്തണ്ടേ? ഈ വലിച്ചെടുത്ത സാധനങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റണം അല്ലേ? പ്രയോജനപ്പെടുത്തണം. ഇങ്ങനെ രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതറിയപ്പെടുന്ന പേരാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. അപ്പോൾ വലിച്ചെടുത്ത ആഹാര സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത്? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഇത് പോഷണത്തിൻ്റെ എത്രാം ഘട്ടമാണ്? 4ാമത്തെ ഘട്ടമാണ്. അപ്പോൾ എല്ലാമായി. ഇനി ഈ ദഹിച്ച ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കളയണ്ടേ? ഈ പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് എന്ത്? പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് വിസർജനം. ഓക്കെ, വിസർജനം അല്ലെങ്കിൽ ഇജക്ഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയും. ഇതാണ് 5ാമത്തെ ഘട്ടം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിലേക്ക് പോകും. അതായത് ആഗിരണമൊക്കെ കഴിഞ്ഞു, ചെറുകുടലിൽ വെച്ച് ആഗിരണം പൂർത്തിയായി. ബാക്കിയുള്ള വേസ്റ്റ് എങ്ങോട്ട് പോകും? അടുത്ത സ്ഥലമായിട്ടുള്ള വൻകുടലിലേക്ക് പോകും, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഈ വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. അതായത് വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലുമൊക്കെ പോഷക ഘടകങ്ങൾ, ബാക്കി എന്തെങ്കിലും ലവണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടാസ്യമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, അത് ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് തന്നെ വരും. ഇനി ജലം, പുറത്തേക്ക് പോകുന്ന ജലം മൊത്തത്തിൽ പുറത്തോട്ട് പോവാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ജലം ആ വൻകുടലിൽ വെച്ച് പിന്നെ തിരിച്ച് വീണ്ടും നമ്മുടെ ശരീരം ആഗിരണം ചെയ്യും. ബാക്കി വേസ്റ്റുകൾ, മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മലവിസർജനം അല്ലെങ്കിൽ ഇജക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പോഷണത്തിൻ്റെ 5ാമത്തെ ഘട്ടം. അപ്പോൾ ഒന്ന് പറയാം, പോഷണ പ്രക്രിയയ്ക്ക് എത്ര ഘട്ടമുണ്ട്? 5 ഘട്ടങ്ങളുണ്ട് അല്ലേ? പോഷണ പ്രക്രിയയ്ക്ക് 5 ഘട്ടങ്ങളുണ്ട്. ആഹാരം ആഹാര സ്വീകരണം, അത് കഴിഞ്ഞാൽ ദഹനം, പിന്നെന്താണ്? ആഗിരണം, 4 സ്വാംശീകരണം, 5 വിസർജനം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 ഘട്ടങ്ങൾ. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ആ ഒരു ദഹനവുമായി ബന്ധപ്പെട്ട ആ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി പോഷണം മറ്റ് ജീവികളിൽ നടക്കുന്നതിൽ അമീബയുടെ കാര്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഏകകോശ ജീവിയായ അമീബയിൽ നടക്കുന്ന പോഷണത്തിൻ്റെ ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. ഇത് അമീബയാണല്ലേ. ഈ അമീബയുടെ അടുത്തേക്ക് ഒരു ആഹാര പദാർത്ഥം വന്നു. അമീബ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്കാക്കിയുണ്ടോ? അമീബയുടെ ഉള്ളിലേക്കാക്കിയുണ്ടോ? ആഹാര സ്വീകരണം. ഇനി ദഹനം നടക്കുന്നു. അമീബയുടെ ശരീരത്തിലുള്ള ചെറിയ ദഹനരസങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അതിനെ ദഹിപ്പിക്കുന്നു, അതിനകത്തുള്ള പോഷകങ്ങളെയൊക്കെ വലിച്ചെടുക്കുന്നു. ആഗിരണം നടക്കുന്നു. ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കിട്ടിയ സാധനങ്ങളെ ആഗിരണം ചെയ്യുന്നു, സ്വാംശീകരിക്കുന്നു, ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, ബാക്കിയുള്ള വേസ്റ്റിനതാ പുറന്തള്ളുന്നു. കണ്ടോ? ഇതാണ് അമീബയിൽ നടക്കുന്ന പോഷണ പ്രക്രിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അവിടെ ഉള്ള എല്ലാ സ്റ്റെപ്പുകളും ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കോഴിയുടെ ദഹന വ്യവസ്ഥ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്.
പൂച്ചയുടെ ദഹനവ്യവസ്ഥ കാണിച്ചിട്ടുണ്ട്. അതേപോലെ പശുവിൻ്റെ ദഹനവ്യവസ്ഥയും ജസ്റ്റ് ഒരു ചിത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിൽ ഇവിടെയൊക്കെയും നമുക്ക് ഈ അന്നനാളവും അങ്ങനത്തെ കാര്യങ്ങൾ ആമാശയവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അന്നനാളവും ആമാശയവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഈ ചാപ്റ്ററിലല്ല, ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിന് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ദഹനം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ശ്വസനം നമുക്കിനി പഠിക്കാനുണ്ട്. ശ്വസന വ്യവസ്ഥ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഒരുപാടായിപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കുറച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. ഇതിപ്പം എത്രാമത്തെ വീഡിയോ ആണ്? ഇതിപ്പോൾ 6ാമത്തെ വീഡിയോ ആണ്. 5ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ സീരീസ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.